ഹലോ ഗഡീസ്, തൃശ്ശൂർ ഗഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആകാശപാതയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആകാശപാതയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനാഗ്രേഷൻ ഭാഗമായി കൾച്ചർ പ്രോഗ്രാം ഒക്കെ തകൃതിയായി നടന്നിരുന്നു കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ടതാണ് സ്കൈ വാക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായും ട്രാഫിക് സൊല്യൂഷൻ ഉണ്ടാവുന്നതാണ്. പിന്നെ ഫിക്സ് ചെയ്തതെല്ലാം സോളാർ ലൈറ്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ ചാർജ് ഈടാക്കുമെന്ന പേടി വേണ്ട കേട്ടോ. അതിനെ എല്ലാം മറികടന്നുകൊണ്ട് ആശങ്കകൾക്ക് ഇടയില്ലാത്ത വിധത്തിൽ ഉറച്ച നേതൃത്വം നേരെ നിൽക്കുന്നിടത്ത് തന്നെ പുറകോട്ട് തിരിഞ്ഞാൽ നമുക്ക് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് കാണാം. ആദ്യം ശ്രീ എം വി രാജേഷ് അവർക്കാണ് നാളെ കുറിച്ച് സ്കൈ വാക്കിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുക. തുടർന്ന് ചില ഉദ്ഘാടനത്തിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബഹുമാന്യനായ റവന്യൂ മന്ത്രി കെ രാജൻ സെൻട്രലൈസ്ഡ് AC-യുടെ സ്വിച്ച് ഓൺ കർമ്മം നടത്തും. അതിനുശേഷം സൗരോർജ്ജ പാനലിന്റെ ഉദ്ഘാടനത്തിലേക്കുമാണ് പോവുക. ഇപ്പോൾ നാളെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. പ്രിയപ്പെട്ട പത്ര ഫോട്ടോഗ്രാഫേഴ്സും നമ്മുടെ പ്രിയപ്പെട്ട വ്ളോഗേഴ്സും ഒക്കെ ആ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുകയാണ്. നല്ല ഒരു കയ്യടി കൊടുത്ത് നമ്മുടെ ആഹ്ലാദം. പിന്നെ ഉദ്ഘാടനം ചെയ്യാനായി വന്നത് നമ്മുടെ പ്രിയപ്പെട്ട മേയർ, കളക്ടർ, ഹെൽത്ത് മിനിസ്റ്റർ എന്നിവരാണ് കേട്ടോ. കൂടാതെ പ്രമുഖ നേതാക്കന്മാരും മീഡിയാസും ഒക്കെ ഉണ്ടായിട്ടോ. എയർ കണ്ടീഷനാണ്, അതുകൊണ്ട് തന്നെ ചൂടുകൊണ്ട് അലയുന്ന നമ്മുടെ സാധാ ജനങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എടുത്തു പറയേണ്ട മറ്റൊന്നാണ് CCTV ക്യാമറാസിന്റെ ഫുൾ സേഫ്റ്റി 24 hours പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സജീവമായ നിരീക്ഷണ കണ്ണുകൾ ഈ സ്കൈവോക്കിനുള്ളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ചലനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ സുരക്ഷിതമായ യാത്ര. അമൃത് പദ്ധതിയിൽ ഇന്ത്യയിൽ ഒരൊറ്റ നഗരത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഈ തൃശ്ശൂർ നഗരത്തിലാണ്. മറ്റെവിടെയും ഇതുപോലൊരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ആ നിലയിൽ ഒരു നൂതനമായ താരതമ്യമില്ലാത്ത പദ്ധതിയാണ് ഇന്ന് നാം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഭാവനാപൂർണമായ പദ്ധതി ആവിഷ്കരിച്ച തൃശ്ശൂർ കോർപ്പറേഷനെ ആവിഷ്കരിക്കുക മാത്രം പോലെ ആവിഷ്കരിക്കാൻ എളുപ്പമാണ്. ഇത് യാഥാർത്ഥ്യമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയ തൃശ്ശൂർ കോർപ്പറേഷനെ, അത് നേതൃത്വം കൊടുക്കുന്ന മേയറെ ഞാൻ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. ഏറെ വർഷങ്ങളായി, ഏകദേശം ഒരു 6 വർഷത്തിനടുത്തായി നമ്മൾ കാത്തിരിക്കുന്ന ഈ സ്വപ്നം തൃശ്ശൂർ കോർപ്പറേഷന്റെ ആഹ്ലാദത്തോടെ കരങ്ങളടിച്ച് നമുക്ക് ഈ സുന്ദരമായ ചരിത്ര മുഹൂർത്തത്തെ വരവേൽക്കാം.
ആകാശപാതയെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത് നൈറ്റ് വ്യൂ ആണ്. എല്ലാം കൊണ്ട് തൃശ്ശൂരിന് കിരീടം വഹിക്കാൻ ആകാശപാതയ്ക്ക് സാധിച്ചുവെന്ന് നമുക്ക് ഉറപ്പുവരുത്താം, അല്ല ഗഡീസ്? ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം തൃശ്ശൂർ ഗഡീസ്.